ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമ്മുടെ വിഷുക്കണിയാണ് ഇതാദ്യം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ വെച്ചിട്ടുള്ള വിഷുക്കണിയാണിത്. അപ്പോൾ വിഷുവിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെ വിഷുദിനം എങ്ങനെയായിരുന്നു എന്നുള്ളത് മാത്രം. ഫുൾ ഡേൻ്റെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് വീഡിയോസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മുമ്പിലുള്ള തുളസിക്കെട്ടിനും ചെറിയ രീതിയിലുള്ള കണിക്കൊന്നെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. ನೀನೆಂತ ಮಾಡೋದಾ? ಹಲೋ ಹ್ಯಾಪಿ ವಿಶು. ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. Let's go. Yes, let's go. Go. നമ്മൾ അതിൽ അമ്പലത്തിൽ പോയിട്ട് വരാം. ബാക്കിയുള്ള വിശേഷങ്ങൾ അമ്പലത്തിലെത്തിയിട്ട് കാണാം. പിന്നെ ബാക്കി തിരിച്ചു വന്നിട്ട് ബൈ. ಹಾಯ್ ಗೈಸ್, ಬೆಂಗಳೂರಿನ ಐಲ ದೇವಸ್ಥಾನ ನಾವಿವತ್ತು ಐಲ ದೇವಸ್ಥಾನಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀವಿ ಗಾಯ್ಸ್. ನಮ್ಮ ಜೊತೆ ನೀವು ಸಹ ಬನ್ನಿ. ഞങ്ങൾ പുറകിൽ വരാം. ബൈ. അങ്ങനെ ഫസ്റ്റ് മനു വണ്ടി എടുത്തിട്ട് പോയി. പിന്നെ ബാക്കിൽ ഞാനും കുഞ്ഞിയും ഏട്ടനും സ്കൂട്ടിയിലാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയത് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള രക്തേശ്വരി ഗുളിക ബനാത്തിലാണ്. അപ്പോൾ അവിടെ കയറിയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മളെ അടുത്തുള്ള ഭജന മന്ദിരം ഉണ്ട്, അയ്യപ്പൻ്റെ ഭജന മന്ദിരം. നേരെ അവിടെ പോയി അവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് പിന്നെ അമ്പലത്തിൽ ഭജന മന്ദിരത്തിൽ അവിടെ കണിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ. അങ്ങനെ കണിയെല്ലാം കണ്ട് വീണ്ടും അവിടുന്ന് അയിലത്ത് അമ്പലത്തിലേക്ക് പോയി. അയില ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രമാണ്. അപ്പം ബാക്കി അതിലത്ത് പോയിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ അധികം വീഡിയോസ് എടുക്കുന്നത് കുറവായിരിക്കും. എനിക്കും അത്ര വലിയ ഇതൊന്നുമില്ല, എങ്കിലും കുറച്ച് വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തനു അവിടെ കയറിയിട്ട് പൊട്ടിടാൻ വേണ്ടിയിട്ട് പോയതാണ്, കുറിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറിയെല്ലാം ഇട്ടിട്ട് വീണ്ടും നമ്മൾ അതിലൊക്കെ പോകാൻ വേണ്ടി റെഡി. എല്ലാവരും ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ല. അപ്പോൾ എല്ലാവരും കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു, ഒരു പാപ്പൻ്റെ മക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ. ഇത് അയിലയിലേക്ക് പോകുന്ന അമ്പലത്തിലേക്ക് പോകുന്ന ഒരു കവാടമാണ് ഫസ്റ്റ് തന്നെ. നമ്മളെ മെയിൻ റോഡിൽ തന്നെയാണ് അതിൻ്റെ കവാടം ഉള്ളത്, അമ്പലത്തിലേക്ക് പോകുന്ന കവാടം. അപ്പോൾ അവിടുന്ന് അതിൻ്റെ അടുത്ത് തന്നെ പഞ്ചായത്തുണ്ട്, മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്. ഈ ഇടത് സൈഡിൽ കാണുന്നത് പഞ്ചായത്താണ്. അപ്പോൾ അവിടുന്ന് നേരെയുള്ള റോട്ടിലെ കൂടി നേരെ പോയാൽ നമ്മൾ അയില അമ്പലത്തിലേക്ക് എത്തും. അപ്പം ഇങ്ങോട്ടേക്കുള്ളവർക്കെല്ലാം ഇത് പ്രധാനപ്പെട്ട ഒരു അമ്പലം തന്നെയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു അമ്പലം തന്നെയാണ് അയില ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം. അപ്പോൾ ഇവിടെ വിഷുവിൻ്റെ സമയത്ത് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും വിഷുവിൻ്റെ സമയത്ത് ഉത്സവം നടക്കാറുണ്ട്. 13 മുതൽ 17 വരെയോ 15 വരെയോ മറ്റാണ് ഇത് നടക്കുന്നത്. എല്ലാ വിഷുവിൻ്റെ സമയത്തും ഉണ്ട്. ഞങ്ങൾ എല്ലാ വിഷുവിൻ്റെ സമയത്തും അയിലത്ത് വരാറുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു നല്ല രീതിയിൽ ഡെക്കറേറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളെ കവാട മുതൽ തന്നെ ചെയ്തിട്ടുണ്ട്, മെയിൻ റോഡ് മുതൽ തന്നെ അമ്പലത്തിലേക്ക് ഫുള്ള് ഡെക്കറേഷനെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്ത കാര്യങ്ങളെല്ലാം ഉണ്ട് അത്ര ദിവസത്തേക്ക്. പിന്നെ രാത്രി പരിപാടികളെല്ലാം ഉണ്ടായി. ഇന്നലെ വിഷുവിൻ്റെ ദിവസം രാത്രി നാടകമെല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ നല്ല തിരക്കാണ്, വണ്ടിയെല്ലാം ബ്ലോക്കായിട്ടുണ്ട്. അപ്പോൾ അയിലത്ത് നല്ല തിരക്കുണ്ടാവാറുണ്ട്. അയിലത്ത് മാത്രമല്ല, ഏകദേശം എല്ലാ അമ്പലങ്ങളിലും നല്ല തിരക്കുണ്ടാവുന്നുണ്ട് വിഷുദിനത്തിനെല്ലാം. എന്താ ചന്തയെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ചന്തയിലൊക്കെ ഒന്ന് പോയിട്ടാ
പോകുമ്പോൾ തന്നെ ബൈക്കില്ല 11 മണിയെല്ലാം കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ നല്ല വെയിലെല്ലാം ഉണ്ട്. അപ്പോൾ ചന്തലൊന്നും കയറിയില്ല. നേരെ അമ്പലത്തിലേക്ക് പോയി തൊഴുതു. അവിടെ ഒരു കുളമുണ്ട്. കുറച്ച് സമയം കുളത്തിൻ്റെ അവിടെയെല്ലാം ഇരുന്ന് നേരെ വീട്ടിലേക്ക് ചിക്കനക്കുള്ളൂ. ചിക്കനക്കുള്ള ഏത് കാടിയുണ്ട്. തനോ തനോ അടക്കം അടക്ക്. അമ്മ പോകുന്ന സമയത്ത് അവിടെ സംഗീത കച്ചേരി നടന്നുകൊണ്ടുണ്ട്. ആ കാണുന്ന സംഗീത കച്ചേരി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഹോളിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മ കുളത്തിൻ്റെ ഇപ്പോൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുളത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഹോള് അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ സംഗീത കച്ചേരി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വോയിസ് എല്ലാം ഞാൻ കളഞ്ഞിട്ട് അങ്ങനെ തനുവിന് കുളത്തിൽ മീനെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ തനുവ നോക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡല്ല. നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഫ്രണ്ടത്തതും പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ബായ്.